ഹലോ വെൽക്കം ടു മൈ ചാനൽ. കൂടെ എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കുറച്ച് മുളക് ഉണ്ടായിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് നെല്ലിക്ക ഉപ്പിലിട്ടാലോ. അപ്പോൾ അതേ നെല്ലിക്ക കണ്ടോ. അപ്പോൾ കുറച്ച് നെല്ലിക്ക ചേട്ടൻ വാങ്ങി കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. കുറേ നേരം കേട്ടോ. അപ്പോൾ അത് 1 മണിക്കൂറോളമായി. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഇതവിടെ ഇരിക്കട്ടെ. എൻ്റെ കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പോൾ അതേ നെല്ലിക്ക ഉപ്പിലിടാനാണ് കേട്ടോ. അപ്പോൾ അതേ ചേട്ടൻ വാങ്ങി കൊണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് മിളക് ഞാൻ മുറ്റത്ത് കുറച്ച് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കുറച്ച് മിളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞു കുറച്ച് നെല്ലിക്ക വാങ്ങി കൊണ്ടുപോയോ നമുക്ക് ഉപ്പിലിടാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് നാളായി ഗ്യാപ്പ് വന്ന് ഞങ്ങൾ ഉപ്പിലിട്ട നെല്ലിക്ക ലുബിക്കൊക്കെ ആക്കിയിട്ട് കുറേ നാളായി. അപ്പം കുറച്ച് മിളക് ഉള്ളത് കൊണ്ട് ഞാൻ ചേട്ടനോട് പറയാനാണ് കേട്ടോ വാങ്ങാൻ. അപ്പോൾ വാങ്ങി കൊണ്ടുവന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി കൊണ്ടല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കണം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ മുളക് പൊട്ടിക്കാൻ പോവാം. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. അത് 1 മണിക്കൂറോളമായി ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ഇനി നമുക്ക് മുളക് പൊട്ടിക്കാൻ പോവാം. അപ്പോഴേ കണ്ട ഇതാണ് നമ്മുടെ മുളക്. ഇതൊരു കടയാണ് കേട്ടോ ഈ മുളക്. അതിൽ നിറച്ചിപ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാൻ ഷാജാനോട് നെല്ലിക്ക വാങ്ങാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നെല്ലിക്ക നമ്മളവിടെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുളകൊക്കെ പൊട്ടിക്കാം. ഇതൊരു ചെടിയിൽ നിന്ന് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ ഞാൻ പാവിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ ഇതേപോലെ നന്നായി പഴുത്ത മുളകാണ് നമ്മൾ പാവ. എനിക്കിതുപോലെ കഴിഞ്ഞ വർഷം അച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആൻറ്റി ഒരു വിത്ത് തന്നതാണ് കേട്ടോ. മിളകിൻ്റെ വിത്ത് തന്നതായത് പെരുന്നാൾക്ക് പോയപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങി കൊണ്ടുവന്ന് ഇവിടെ വിത്ത് ഇട്ട് മുളപ്പിച്ചെടുത്തതാണ് ചെടിയാണ് കേട്ടോ, മുളക് ചെടി. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇവിടേക്ക് ഉണ്ട് കേട്ടോ. ഇതൊന്ന് കാണിച്ച് കണ്ട ഇവിടെ ഉണ്ട്. അത് ഇതിൻ്റെ ശിഖരങ്ങൾ തന്നെയാണ് കേട്ടോ. കണ്ട ഇതൊരു ചെടിയാണ്. അതിൻ്റെ ഒരു ഭാഗം ഇപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട ഇവിടെ ചേമ്പുണ്ട്. ചേമ്പിൻ്റെ ഇടയിലേക്ക് അതിൻ്റെ കൊമ്പ് പോയിട്ടുണ്ട്. കണ്ട ആൾക്കൊക്കെ നിൽക്കണം. ഞാൻ കണ്ട മുളക് എൻ്റെ ഇവിടെ എന്തോ എൻ്റെ കണ്ട അത് വെച്ചുണ്ട്. അപ്പോൾ നമുക്ക് മുളക് പൊട്ടിക്കാം കേട്ടോ. ഞാനൊരു കവറൊക്കെ എടുക്കണം. അപ്പോൾ നല്ല മൂത്ത മുളക് നോക്കിയിട്ട് നമുക്ക് പൊട്ടിക്കാം. നല്ല വലിപ്പത്തിലുള്ളത് മുളക് നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ കുഞ്ഞി അടുക്കളത്തോട്ടത്തിൽ ഇതുപോലെയൊക്കെ മുളകും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തി ഉണ്ടാക്കാനോ ചട്നി ഉണ്ടാക്കാനോ അതുപോലെ മുളക് ഉപ്പിലിടാനോ ഒക്കെ നല്ലതാണ്. പെട്ടെന്നൊരു ആവശ്യത്തിന് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊട്ടിക്കാമല്ലോ. കണ്ട നല്ല മൂത്ത മുളകാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല എരിവാണ് കേട്ടോ. പിന്നെ ഇതുപോലെ നമുക്ക് നല്ലൊരു ചൂഞ്ഞിമുളക് ഉണ്ട് കേട്ടോ ഇപ്പുറത്ത്. ഞാൻ കാട്ടിത്തരാം. എന്തായാലും ഇത് പൊട്ടിക്കട്ടെ മുളക്. അപ്പോൾ ഞാൻ കുറച്ച് മൂത്തത് നോക്കിയിട്ട് നന്നായിട്ട് മൂത്തത് നോക്കിയിട്ട് വലിപ്പമുള്ള നോക്കിയിട്ട് കേട്ടോ പൊട്ടിക്കണേ. ഏകദേശം വലിപ്പം ഞാൻ കാണിച്ചു തരാം. കണ്ട ഇതാണ് നമ്മുടെ ചൂഞ്ഞിമുളക്. കണ്ട ഇതുപോലെ കുഞ്ഞൊരു തൈയാണ്. അതിൽ നിറച്ച് അടുത്തേക്ക് കാണിക്കുക. നിറച്ച് ചൂഞ്ഞിമുളക് ഉണ്ടായിട്ടുണ്ട്. കണ്ടോ ഇവിടെയൊക്കെ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഈ പച്ച കളറായ കാരണം ഇലയും പച്ചതും പച്ചയായ കാരണം ഇത്തിരി പാടാണ് മനസ്സിലാവാം. ഇപ്പുറത്തേക്ക് ഉണ്ട് കേട്ടോ. ഇതൊരു ചെടിയാണ്. ഇവിടെ നിന്നൊക്കെ ഒരു പ്രാവശ്യം ഞാൻ പൊട്ടിച്ചു. ചട്നിക്കൊക്കെ ചമ്മന്തിക്കൊക്കെ നല്ലതാണ് ചൂഞ്ഞിമുളക്. ഇപ്പോൾ നല്ല ചിലരൊക്കെ ഉപ്പിലിട്ടിട്ടൊക്കെ കഴിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചൂഞ്ഞിമുളക് കട. ഇത്ര മുളക് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യമില്ല നമുക്ക് പൊട്ടിക്കാമല്ലോ. അപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കുപ്പി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കുപ്പിയും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ 2 കുപ്പിയുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇത് കാണിക്കുന്നു. പിന്നെ നെല്ലിക്കൊക്കെ കഴുകിയിട്ട് ഞാൻ പറഞ്ഞില്ലേ. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നോക്കി ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം കേട്ടോ നെല്ലിക്കേനെ. അത് ഞാനിങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉപ്പ് പിടിക്കും. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം അതിന് ഓരോ വശത്തും വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നന്നായി ആറിയ വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിടാം. പിന്നെ ഇത്തിരി ഉപ്പും കല്ലിട്ട് ഒരു 1/4 കൂടുതൽ വിനാഗിരി ഉണ്ടല്ലോ അതും ഒഴിച്ച് പച്ചമുളകൊക്കെ അരിച്ചതുപോലെ അരയാം. ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം കേട്ടോ. അത് ചെയ്യാം. അപ്പോൾ ഞാനതൊക്കെ ചെയ്യട്ടെ കേട്ടോ കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മിളക് ഉണ്ടല്ലോ കണ്ട ഈ മിളക് ഇങ്ങനെ രണ്ടാക്കി ഇങ്ങനെ ഇത് എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അമ്മ അവിടെ നെല്ലിക്കയ്ക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് കുപ്പിയുണ്ട്. ഇനി നമുക്ക് കഴിക്കാം മുളകിന്. നല്ല മണല്ലേ മുളകിന്? അത് കളയുണ്ട്. നെത്തി കളഞ്ഞിട്ട് ഒന്ന് മുഴുവനായിട്ട് അടർത്തണ്ട, ചെറുതായിട്ട് ഇങ്ങനെ അടർത്താം. 3/4 ഭാഗം അതന്നെ അങ്ങനെ ഇടാം. അപ്പൊ നമുക്ക് നല്ല ചൊടി കിട്ടും. ഉപ്പും മുളകൊക്കെ പിടിക്കുമ്പോഴേ അത് നോക്കാം. പോയി അതിന്റെ കുരുവൊക്കെ മൊത്തം വളരില്ലേ. അപ്പൊ അങ്ങനെ ഇനി ഞങ്ങള് ഇത് ചെയ്യട്ടെ കേട്ടാ. അപ്പൊ ഉപ്പും കല്ല് ഇടുന്നുണ്ട് കേട്ടാ. നന്നായിട്ടുണ്ട്. നമുക്ക് ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്, അത് ഒഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇത്തിരി വിനാഗിരി ചുറുക്കാന്ന് പറയും, അപ്പം അത് ഇത്തിരി കാർക്കിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതേ വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇതേപോലെ കാർക്കിൽ കയ്യിലൊക്കെ നെല്ലിക്കല്ല കറയാനായിട്ട് അങ്ങനെ മുറിച്ചപ്പോൾ. അപ്പോൾ ഈ കാർക്കിൽ ഇത്തിരി ഒരു കാർക്കോളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അധികം നല്ലതല്ല, അതുകൊണ്ട് ഒറ്റ കാർക്കിൽ ഒഴിക്കുന്നുള്ളൂ. ഒന്ന് ഉപ്പല അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ. ഇത് അങ്ങനെ വരാൻ വഴിയില്ല. ഇത് 2 ദിവസം ആകുമ്പോഴേക്കും മക്കളെടുത്ത് തിന്നും. ഉപ്പിൽ പിടിക്കുന്നതിന് മുമ്പ് അവരെടുത്ത് തിന്നണ പണിയാണ്. അപ്പോൾ ഉപ്പ് ഒക്കെ നന്നായി പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട്ടിലത്തെ മുളകും അതേപോലെ നെല്ലിക്കൊക്കെ വാങ്ങിയിട്ട് ഉപ്പിലിട്ടതാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടിട്ട് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞില്ല അമ്മേ? അപ്പോൾ 4-5 ദിവസമൊക്കെ അതെ കണ്ടോ. അതിൻ്റെ മുക്കാനം കുപ്പിച്ചില്ലായിരുന്നു, ചില്ല് കുപ്പിയായിരുന്നേ. അപ്പോൾ നമുക്ക് നോക്കാട്ടോ. നെല്ലിക്കതേ നല്ല ഉപ്പിലിട്ട് നല്ല മണം വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ 2-3 എടുത്ത് കഴിച്ചുട്ടാ മക്കള്. അപ്പോൾ ദേ ഇത്തിരി ഉപ്പ് കുറവുണ്ട് കേട്ടാ. അപ്പൊ ഒരു ഉപ്പിട് ഞാൻ അവനോട് പറഞ്ഞതാ. അപ്പൊ മോനെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടാ. അപ്പൊ അവരോട് ചോദിച്ചതാ ഞാൻ. അപ്പൊ ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അപ്പൊ അതിടാം അങ്ങനെ. അപ്പൊ നമ്മുടെ നല്ല നെല്ലിക്ക ഉപ്പിട്ടത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇത്തിരിയും കൂടിയും ഉപ്പിടുന്നുണ്ട് കേട്ടാ. ഉപ്പ് കുറവാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു പൊടിയും കൂടിയും ഇടുന്നുണ്ട്. ഇപ്പം ഇതിലും എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനെ ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഇത് സെറ്റായിട്ട് നല്ല ഉപ്പായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പിയിൽ വെച്ചിട്ട് ഇത്തിരി ഉപ്പ് കുറവാക്കി നല്ല സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നെല്ലിക്ക കൊണ്ടുവരുന്നു. അപ്പോൾ അതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട് നാളെ ആകുമ്പോഴേക്കും നമ്മൾ സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇനി നമുക്കതേ ഒരു വടുകപ്പൊടി കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പിലിടാം. അപ്പോൾ വല്ലാണ്ടൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നല്ല ഭാഗങ്ങളൊക്കെ ഇട്ട് ചെത്തിയിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക മുളകൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഉപ്പിലിടാം. എന്താ പറഞ്ഞേ? അപ്പം നമുക്ക് വടുകപ്പൊടി അതിൻ്റെ തൊലി അങ്ങോട്ട് ചെത്താട്ടാം. എന്നിട്ട് ആക്കാം, ഉപ്പിലിടാം. കാണിക്കാം കേട്ടോ. അതിട്ട് കഴിഞ്ഞിട്ട് അമ്മ അവിടെ ഇരുന്നിട്ട് ഇത്തിരി മാമ്പഴം കിട്ടിയിരുന്നു കേട്ടോ. നല്ലതായിട്ട് പഴുത്തിട്ടില്ലല്ലോ അമ്മേ? അപ്പം പിന്നെ അമ്മ അത് ചെത്താൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്താ പറയുക ജ്യൂസ് അടിക്കാൻ പറ്റുമോ നോക്കണം കേട്ടോ. അപ്പം അത് ചെയ്യേണ്ട അതിൻ്റെ ഇടയിൽ അറിയാം അമ്മ അവിടെ ചെത്താണ്. അപ്പം ഞാൻ നമ്മുടെ എന്താ പറയുക ആ നാരങ്ങനെ എന്താ പറയാമേ? വടുകപ്പുളി. അപ്പോൾ വടുകപ്പുളി നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊരെണ്ണം എന്തായാലും അപ്പം അതൊരെണ്ണം ഉപ്പിലിടാൻ നോക്കണം കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല. എന്നാലും നമ്മുടെ കയ്യിൽ മിളകുണ്ടല്ലോ. അപ്പോൾ അതേ കണ്ടോ, മിളക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ചെത്തിയിട്ട് ഒരെണ്ണുള്ളൂ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ചെത്തിയിട്ടിടാം. ഇതാ അപ്പോൾ പുളിയൻ്റെ അപ്പനാന്നൊന്നുണ്ടല്ലോ ഇത്. അത്ര പുളിയാവും. അതെ അല്ലേ? എനിക്കത്ര പരിചയമില്ലേ വടുകപ്പുളിയോട്.
അങ്ങനെ എന്തായാലും ഇട്ടോക്കാം നമുക്ക്. ചിലർക്ക് വടുകപ്പുളി അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? അമ്മയ്ക്ക് അച്ചാർ ഇഷ്ടാ? അമ്മയ്ക്ക് പിന്നെ അച്ചാറോടെ താല്പര്യമില്ല, അതുകൊണ്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ചെറിയ ചെറിയ കഷ്ണാക്കണം അമ്മേ. ആ വല്ലാണ്ട് കുഞ്ഞു കഷ്ണാക്കണ്ടേ? ആ അത് ശരി. അതായത് നമ്മുടെ നെല്ലിക്കേനേക്കാളും ചെറുത്. ആ അത് ശരി. എന്തായാലും ആക്കണ്ട്. അങ്ങനെ ഇടാം അല്ലേ? ആ പിന്നെ കയ്യോടെ ചെറുതാക്കിയിട്ട് ഇതിലിടുന്നുണ്ട്. ഇതിങ്ങനെ എല്ലാതും ഒന്ന് മുറിച്ചേക്കിട്ട് കേട്ടാ. അപ്പം നമ്മുടെ ഈ വടുകപ്പുളി നന്നാക്കി ഇങ്ങനെ മുറിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം അതേ എന്തായാലും ഒക്കെ തിളപ്പിച്ചാറിയതേ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത്തിരി ഉപ്പിടുക. നമ്മൾ നേരത്തെ നെല്ലിക്ക ചിതപ്പഴം ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും വിളകൊക്കെ ഉള്ള കാരണം പിന്നെ നമുക്ക് വടുകപ്പുളി ഒരെണ്ണം കിട്ടി. അപ്പം പിന്നെ അതാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയത് നമ്മൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ അതേ നമ്മുടെ കയ്യിൽ ഇത് മുട്ടത്തെ മുളകുണ്ടല്ലോ, അപ്പം മുളകും പൊട്ടിച്ച് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മുറിച്ച് സൈഡ് മുഴുവനായിട്ട് അടർത്തിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ നെല്ലിക്കൊക്കെ ചിത്തില്ലേ, അതേപോലെ തന്നെ ഞാൻ ഇത് ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ എല്ലാം ഇടുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വിനാഗിരിയും നമുക്കൊരു കാർക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇടുന്നുണ്ട് അല്ലേ? അതാ ഉപ്പൊക്കെ ഇട്ടു. ഇനി ഇത്തിരി വിനാഗിരി കൂടിയൊക്കെ ഒഴിച്ച് കൂടി ഒന്ന് ഒഴിക്കാം. അപ്പോൾ ഒന്ന് ഒഴിച്ച് ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാക്കോടെ പോയി കാണാറുണ്ട് ഉണ്ട്. ഇനി കഴിക്കാനോ കുട്ടികൾ കഴിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇട്ടിട്ടുണ്ട്. വടുകപ്പുളി നമ്മൾ ഇടാറില്ല. നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് നമ്മൾ ഇട്ടതാണ് കേട്ടോ. മുളകുണ്ടല്ലോ അപ്പം അതിട്ടു. അപ്പം നമ്മുടെ നെല്ലിക്കയുണ്ട്. ഇപ്പം അതേ വടുകപ്പുളി ഉണ്ട്. അല്ല ചിലർക്ക് ശരിക്കും ഓണത്തിന് വടുകപ്പുളി അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമല്ല മിക്കവർക്കും. കുറെ പേർക്ക് ഭയങ്കര വലിയ കാര്യമാണ് ഈ വടുകപ്പുളി. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടാ. പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വടുകപ്പുളിയുടെ ഭയങ്കര പ്രിയമുള്ളവർ ഒരുപാട് പേരുണ്ടെന്ന്. അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ബൈ.